ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേവാലയത്തിൽ സന്ദർശനം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം. രൂക്ഷമായ ഭാഷയിലാണ് മോദിയുടെ പള്ളി സന്ദർശനത്തിനെ ദീപിക പത്രത്തിലെ മുഖപ്രസംഗം വിമർശിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ്. കേരളത്തിലും പരീക്ഷണം നടത്തി. 11 വർഷത്തെ BJP ഭരണത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം പുതിയ സംഭവമല്ല. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനവും പുതിയതല്ല. എന്നിട്ടും ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പള്ളി സന്ദർശനം വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകുമെന്നാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അല്ലാത്ത പക്ഷം ആക്രമണങ്ങളെ അപലപിക്കുകയോ അതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വർഗീയത വാനോളം നിവേദനം പോരാ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. സംഘപരിവാറിന്റെ ആക്രോശങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. 2024 മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ 834 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വർഷം നവംബർ വരെ 706 അക്രമങ്ങൾ ഉണ്ടായി എന്ന് കണക്കുകൾ നിരത്തിയാണ് മുഖപ്രസംഗത്തിൽ വിമർശിച്ചിട്ടുള്ളത്. വിഷയത്തെ നേരിടാൻ പ്രസ്താവനകൾക്കപ്പുറം മതേതര പാർട്ടികൾക്ക് കാലാനുസൃതവും സമയബന്ധിതവുമായ പദ്ധതി വേണം. ന്യൂനപക്ഷ മത നേതാക്കൾ കോടതിയെ സമീപിക്കണമെന്ന് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2024 മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ 834 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വർഷം നവംബർ വരെ 706 അക്രമങ്ങൾ ഉണ്ടായി. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ ആധികാരികമല്ലെന്നാണ് BJP പറയുന്നത്. പക്ഷേ അതിലേതാണ് തെറ്റെന്ന് വിശദീകരിക്കുന്നുമില്ല. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം 4-5 ഇരട്ടിയായി. മിക്കതും മതപരിവർത്തനം ആരോപിച്ചാണ്. അതേസമയം കർവാപ്പസി എന്ന ഓമന പേരിട്ടുള്ള ഹിന്ദുത്വത്തിന്റെ മതപരിവർത്തനത്തിന് തടസ്സവുമില്ല. BJPയുടെ ദേശീയ നേതാക്കൾ ഏറെയും പഠിച്ചത് ഈ മത പരിവർത്തനക്കാരുടെ സ്കൂളിലായിരുന്നു. അന്നവർ നേതാക്കളായിരുന്നില്ല, മതം മാറിയില്ല. സംഘപരിവാറിന്റെ ആക്രോശങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ്. സംഘടനകൾ മാത്രമല്ല BJP സർക്കാരുകളും ഭരണഘടനയെ നോക്കുകുത്തിയാക്കി. UPയിൽ ക്രിസ്മസ് അവധി റദ്ദാക്കി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദു സേവാ സമാജ് ക്രിസ്മസ് തലേന്ന് ബന്ദ് നടത്തി. വിവാദമായപ്പോൾ നിർബന്ധമില്ലെന്ന് വിശദീകരിച്ചെങ്കിലും കേരള ലോക്ഭവനിലും ക്രിസ്മസ് പ്രവൃത്തി ദിനമാക്കിയിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു.